കൊടുങ്ങല്ലൂരിലെ സമഗ്ര വികസനത്തിൽ ബിജെപിക്ക് അസഹിഷ്ണുതയെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വികസനത്തിന്റെ സമഗ്രമായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സയൻസ് പാർക്ക്, കെകെടിഎം കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയം, സർക്കാർ സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ കരുപ്പടന്ന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള BMBC ടാറിംഗ് വർക്ക് ആരംഭിച്ചതും, പുല്ലൂറ്റ് സമാന്തര പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും, പുതിയ നഗരസഭാ കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് നടന്ന ഉദ്ഘാടനവും എന്നിവയെല്ലാം കൊടുങ്ങല്ലൂരിലെ ജനത അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് വരവേൽക്കുന്നതെന്നും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാരും കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറും കൊടുങ്ങല്ലൂർ നഗരസഭയും മുന്നോട്ടു പോകുന്നതെന്നും, എന്നാൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹകരണവും നൽകേണ്ട നഗരസഭയിലെ BJP പ്രതിപക്ഷ കൗൺസിലർമാർ തെറ്റായ നിലപാടാണ് വികസന കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി കുറ്റപ്പെടുത്തി. ഇന്ന് നടന്ന മുനിസിപ്പൽ ഓഫീസ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് BJP നടത്തിയതെന്നും ആരോപിച്ചു. BJP പാർലമെന്ററി പാർട്ടി നേതാവിന്റെ പേരുൾപ്പെടെ ശിലാഫലകത്തിൽ ഉൾപ്പെടുത്തുകയും മുഴുവൻ കൗൺസിലർമാരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തിരുന്നതാണ്. പരിപാടിയിൽ പങ്കെടുക്കാതെ ഈ വികസന നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള പരിശ്രമമാണ് BJP കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെയാണ് നഗരസഭ ഓഫീസ് മന്ദിരം ഒരുങ്ങുന്നത്. ജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളും സേവനവും നൽകാൻ പ്രാപ്തമായ നഗരസഭ ഓഫീസ് കെട്ടിടമാണ് ഒരുങ്ങുന്നത്. BJPയുടെ കപട പ്രതിഷേധ നാടകങ്ങളെ കൊടുങ്ങല്ലൂരിലെ പ്രബുദ്ധരായ ജനത അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. LDF പാർലമെന്ററി പാർട്ടി യോഗം BJPയുടെ സമരാഭാസ നാടകത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, LDF പാർലമെന്ററി പാർട്ടി നേതാക്കളായ PN രാമദാസ്, KM രതീഷ് എന്നിവർ സംസാരിച്ചു.